അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കാധാരമായി 2 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലും സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണം എന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊലോസ്യർക്ക് 2-ാമത് ലേഖനം എഴുതുമ്പോൾ വിളിക്ക് യോഗ്യരായി എണ്ണുക എന്നുള്ള ഒരു പദപ്രയോഗത്തോടുകൂടെ 1-ാം അധ്യായം ആരംഭിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ദൈവവിളിക്ക് യോഗ്യരായി എണ്ണപ്പെടുവാനായി പൗലോസ് അവർക്ക് വേണ്ടി കഴിക്കുന്ന മനോഹരമായ ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഇവിടെ നാം കാണുന്നത്. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നതായി കാണുന്നത്. ഒന്നാമതായി, ദൈവമക്കൾക്കായി ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട വിശ്വാസികൾ ആ വിളിക്ക് ഉചിതമായ നിലയിൽ അവർ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഉദാഹരണത്തിനായി, ഒരാളെ രാജ്യത്തിലെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്താൽ പിന്നെ ഒരു പ്രധാനമന്ത്രിയുടെ പദവിയിൽ ജീവിക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ ദൈവമക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ പിന്നെ ലോക മനുഷ്യരെ പോലെ ജീവിക്കുവാൻ പാടില്ല എന്ന് പൗലോസ് വ്യക്തമായി തൻ്റെ ജനത്തെ പറയുകയും പഠിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായി കാണുവാൻ സാധിക്കുന്നു. 2-ാമതായി നാം കാണുവാൻ സാധിക്കുന്നത്, തെസ്സലോനിക്യരിൽ ദൈവമുഖമായ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുവാനും അവ നിവർത്തിക്കപ്പെടുവാനും ഇടയാകണം എന്നുള്ള പ്രാർത്ഥനയും, കൂടാതെ അവരിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ശക്തിപ്പെടണം എന്നുള്ളതും, വിശ്വാസം എപ്പോഴും പ്രവൃത്തിക്ഷമതയാകണം എന്നുള്ളതിനെ കുറിച്ചും പൗലോസ് വ്യക്തമായി അവർക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. ജീവിതത്തിലുള്ള വിശ്വാസം പ്രവർത്തിക്കുന്ന വിശ്വാസമാണ്. ആകയാൽ വിശ്വാസത്തിൽ നിന്നു ഉളവാകുന്ന സൽപ്രവൃത്തി അവരിൽ നിന്ന് വെളിപ്പെടുവാൻ പൗലോസ് പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. നാം വായിക്കുമ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:1 കാണുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യണമെന്ന്. ഇവിടെയും പൗലോസ് വ്യക്തമായി പരാമർശിക്കുന്നത് എങ്ങനെയാണ്? കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ, ഭാരമായിരിക്കുന്ന ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടെ, കർത്താവിൻ്റെ സന്നിധിയിൽ വിനയത്തോടെയും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹത്തിൽ അന്യോന്യം പുറത്തും സഹകരിച്ചും കർത്താവിൻ്റെ വേലയിൽ മുമ്പോട്ട് പോകണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു. അതുകൊണ്ട് നാം പ്രിയമുള്ള ദൈവജനമേ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും നമ്മുടെ ബന്ധുക്കളിൽ നിന്നും അതുപോലെ തന്നെ സ്നേഹിതരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ പോരാട്ടങ്ങളും പ്രതികൂലങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ സ്നേഹിച്ചും സഹിച്ചും പുറത്തും വിനയപൂർവം
നമ്മളായിരിക്കുന്നു എങ്കിൽ കർത്താവിൻ്റെ നാളിൽ നാം വിടുവിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്താൽ നമ്മളെ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ക്രൂശോളം ഞങ്ങൾക്ക് നൽകിയ സ്നേഹം, അവിടുത്തെ രക്തം ചൊരിഞ്ഞ് ഞങ്ങളെ വീണ്ടെടുത്ത ആ ക്രിസ്തുവിൻ്റെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ മറ്റൊന്നിനും ഞങ്ങളെ കഴിയാതെ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിയന്ത്രിക്കണമെന്നതിനായി പ്രാർത്ഥിക്കും. ഞങ്ങൾ അങ്ങേക്കുള്ളവരായി ഓരോ ദിവസവും ക്രിസ്തുവിനായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോ ദിവസവും സഹായിക്കും. പ്രാർത്ഥന കേട്ടിക്കൊണ്ട് സ്തോത്രം. യേശു മശിഹായുടെ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.